guys, welcome back to my YouTube channel Mummy and Maeve. So after so long നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ആക്ച്വലി കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം എഡിറ്റിംഗ് ചെയ്തില്ല, പോസ്റ്റും ചെയ്തില്ല, എനിക്കറിയത്തില്ല ഗൈസ്. എല്ലാം പാതിയിൽ നിന്ന് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് ചെയ്യണം. സോ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് പാരീസ് ലേ ഓവറിലാണ്. ഹായ്, ഒരു ഫ്ലൈറ്റ് കൂടും കാണിച്ചു. സോ അപ്പം ഞാൻ എന്നുള്ളത് പാരീസ് ലേ ഓവറിലാണ് കേട്ടോ. ആക്ച്വലി ഇതെൻ്റെ രണ്ടാമത്തെ ലേ ഓവറാണ് ഒരാഴ്ചയിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 3-4 ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ്. സോ അപ്പോൾ ഇന്ന് എൻ്റെ ക്രൂ എന്ന് പറയുന്നത് ലൈക്ക് അമേസിങ് ക്രൂ, എല്ലാവരും അടിപൊളി ക്രൂ ആയിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി ഇവിടെ പുറത്ത് പോകണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ. കാരണം കട്ട തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പുറത്തൊന്നും പോകണ്ട, അത് ജസ്റ്റ് സ്ലീപ്പ്, ചുമ്മാ ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവരെല്ലാവരും നിർബന്ധിച്ച്, ക്രൂ എല്ലാവരും കൂടി, കാരണം എല്ലാവരും പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡൗൺ ടൗൺ പോവുകയാണ്. അവിടെ ഇങ്ങനെ ഫുള്ള് ഇപ്പം ക്രിസ്മസ് വൈബല്ലേ. സോ അപ്പോൾ ലൈക്ക് ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു വ്ളോഗാക്കാം. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൂടുതൽ ആഗ്രഹം ഇപ്പം നമ്മൾ ക്രൂ ലൈഫ് പോകുമ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലവും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഞാൻ ഈ പോകുന്നതൊക്കെ ഒരു വ്ളോഗായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ട് ഞാൻ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. ഇപ്പോൾ എണീറ്റു, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയിട്ട് ഇനിയിപ്പോൾ എന്തായാലും കഴിക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ അത് ഞാൻ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കഴിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അയ്യോ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അവൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ തൊപ്പിയും കൂടെ എടുക്കുന്നുണ്ട്. എല്ലാ തണുപ്പുണ്ട് ഗൈസ്. എനിക്കല്ലെങ്കിൽ എന്താ പറയുക, ഓൾറെഡി എനിക്ക് ചെറുതായിട്ട് ഫ്ലൂ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇതെൻ്റെ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഞാൻ ഈ യൂറോപ്പ് ഫ്ലൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ പാരീസ് ചെയ്തു, അത് കഴിഞ്ഞ് മാഞ്ചസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പാരീസ് ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ തിരിച്ച് ബാറിൻ പോകുമ്പോൾ വീണ്ടും ക്ലൈമറ്റ് ചേഞ്ചാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ എനിക്ക് ഫ്ലൂ ഒക്കെ വന്നിട്ടുണ്ട്. ഒരുവിധം ഞാനിപ്പോൾ ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഓക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അതുകൊണ്ട് ഫുൾ എന്താ പറയുക, ഷോളും പിന്നെ തൊപ്പിയും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. ക്രൂ താഴെ വെയിറ്റ് ചെയ്യായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുമ്പോൾ കാണാം. കമാൻ. ഓക്കെ ഗൈസ്, നമ്മൾ ലോബിയിൽ വന്നു. നമ്മളല്ല, ഞാൻ ലോബിയിൽ വന്നു. ഒറ്റെണ്ണം വന്നിട്ടില്ല. ഒരു കൃത്യനിഷ്ഠയില്ലാത്ത പിള്ളേർ, എന്ത് ചെയ്യാനാ. ഇപ്പോൾ വരുമായിരിക്കും എല്ലാവരും. സോ തൽക്കാലം നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കാം കേട്ടോ. ഇവിടെ ഫുള്ള് ക്രിസ്മസ് സെറ്റിങ്സ് ആണ്. ഒരു 5 ദിവസം മുന്നേ, 5 ദിവസം മുന്നേ ഞാൻ വന്നപ്പോൾ ഇതൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ക്രിസ്മസിൻ്റെ ഫുള്ളും ഫ്ലൈറ്റ് പോകുന്ന നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലേ. കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന എയർപോർട്ടിനടുത്താണ് ഗൈസ്, അതാണ്. ആൻഡ് ഇത് ഇവിടുത്തെ ബാർ കൗണ്ടറാണ് കേട്ടോ. ആൻഡ് ആ നേരെ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് യൂഷ്വലി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. പിന്നെ ചില സമയത്ത് നമ്മൾ വരുമ്പോൾ റൂം റെഡിയല്ല എങ്കിൽ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും. പക്ഷേ അത്ര അടിപൊളിയൊന്നും പറയാൻ പറ്റത്തില്ല ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്കിത് കണ്ടോ, ഇതാണ് കേട്ടോ ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇടുന്ന ഫോട്ടോ. ഈ ഒരു ഡെക്കോറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. യൂറോപ്പിൽ വരുമ്പോൾ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെയിം ഈവൻ ഫിലിപ്പീൻസിലും ബാങ്കോക്കിലും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ആക്ച്വലി ഇവിടെ എവിടെ നോക്കിയാലും ക്രിസ്മസ് ട്രീ ഗൈസ്, ഫുള്ള് ക്രിസ്മസ് ട്രീ. പുറത്ത് കുറേ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വീട്ടിൽ കൊണ്ടുപോയാലോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ക്രിസ്മസ് ട്രീ. ഇത് പക്ഷേ ഒറിജിനലാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഒറിജിനൽ ട്രീ ആണ് ഈ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്ത്. മഴയാണോ? ഓ ഡോണ്ട് ടെൽ മീ മഴയാണെന്ന്. ഇത് ഈ ഹോട്ടലിലുള്ള ചെറിയൊരു സ്റ്റോറാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ
ഹായ്. ഇവിടെ നിന്നൊന്നും ഞാനങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല. കാരണം ഇവിടെ ഇച്ചിരി കൂടുതൽ കാശായിരിക്കും. സാധാരണ ഞാനങ്ങനെ ഇവിടെ നിന്നൊന്നും മേടിച്ചിട്ടില്ല. ഇപ്പോൾ ആക്ച്വലി ഞാൻ ഇതിനകത്ത് വന്നത് ചാർജർ തപ്പിയിട്ടാണ്. ഞാൻ ഈ പ്രാവശ്യം എൻ്റെ ചാർജർ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് ഗൈസ്. അതെനിക്കിപ്പോൾ ഒരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മൊബൈലിൻ്റെ ചാർജർ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ഫോണിൽ ഇപ്പോൾ ഒരു 40% ചാർജ് ഉണ്ട് കേട്ടോ. ആ 40% ചാർജ് വെച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വ്ളോഗ് ഞാൻ എടുക്കാം. കാരണം അത് കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഫോൺ. ഇത് വെച്ച് മാറ്റി വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുവാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളെല്ലാവരും ദേ പോവാണ്. നമ്മൾ ടാക്സി വിളിച്ചിട്ടുണ്ട്, ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ട്രെയിനിലൊക്കെ കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. സോ ബെറ്റർ വി തോട്ട് വി ക്യാൻ ടേക്ക് ടാക്സി. ഹോട്ടൽ ടു ഡൗൺ ടൗൺ ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് എടുക്കും കേട്ടോ. ആൻഡ് ഞങ്ങൾ യൂഷ്വലി ട്രെയിനിൽ പോകാറുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ 6 പേരുള്ളത് കാരണം നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. സെയിം കോസ്റ്റ് തന്നെ ആവത്തുള്ളൂ. അപ്പോൾ ട്രെയിനിന് ഇപ്പോൾ ഒരാൾക്ക് ഒരു 10 to 11 euros ആകുമ്പോൾ നമ്മൾ ഈ ഊബറിനും സെയിം തന്നെ ആവത്തുള്ളൂ. ഷെയർ ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിരിക്കും. ആൻഡ് ഇറ്റ്സ് മോർ കൺവീനിയൻറ്റ്. കാരണം നമ്മൾ ഇറങ്ങിക്കയറൊന്നും വേണ്ടല്ലോ, ഈസി ആയിട്ട് നമുക്ക് പോവുകയും വരികയും ചെയ്യാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തത്. ആൻഡ് ക്രൂ ആയിട്ട് എപ്പോഴും ഒരുമിച്ച് ഞങ്ങൾ പുറത്ത് പോകുമ്പോഴത്തേനും നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്താണ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും നമ്മൾ ചിലവാക്കുന്ന എല്ലാത്തിനും നമ്മൾ ഷെയർ ചെയ്തിടാറാണ് പതിവ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും ആദ്യം ആരെങ്കിലും ഒരാളായിരിക്കും ബില്ല് പേ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് എല്ലാവരും കൂടി ഈക്വലി ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് അയാൾക്ക് നമ്മൾ പൈസ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഐഫൽ ടവറിൻ്റെ അവിടെ എത്തി. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുകയായിരുന്നു. കാരണം എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുള്ളിങ്ങനെ നടന്ന് ഓരോ റെസ്റ്റോറൻറ്റായിട്ട് നോക്കി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇതിൽ ഒരാൾക്കും മാത്രം, ഞങ്ങൾക്ക് 2 പേർക്കും പിസ്സ കഴിക്കണമെന്നായിരുന്നു കേട്ടോ. ബാക്കി അവർക്ക് പിസ്സ വേണ്ട, വേറെ ഫുഡ് വേണം. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി പിസ്സ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് തപ്പി നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവസാനം ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി. ബാക്കിയുള്ളവർ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. You're on video. Start. Wow, we're at last for eating pizza. Yeah. It's like we came to Paris just to eat pizza. And we find an Italian restaurant just to have pizza. Ordered margarita pizza and we will share. Of course. Share. Yeah. And we're gonna grab some hot chocolate on our way. Yes, we're gonna move to the next restaurant because it's together. Hey guys, we had our pizza, but we forgot to take a video. We ate right away. Yes. Right away. It was nice. Yeah. Now we want something sweet. I want something sweet. Even me. I want Hot something chocolate. sweet. Hot chocolate, yeah. So we are looking for some hot chocolate. Yeah. You think they're done? So guys, ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ പിന്നെ ഫുള്ള് ഫോട്ടോ സെക്ഷനിലോട്ട് നിൽക്കുകയാണ് കേട്ടോ. So we just got souvenirs. Yes. Like, I mean, Mix with the red wine. Are you ready? yes. ഗൈസ്, എന്നൊക്കെ ഞാൻ ഒരു വൃത്തികെട്ട കോലം ഒരു ഡ്രസ്സും എടുക്കാതെ വരും, അന്നൊക്കെ എനിക്ക് നല്ല ക്രൂ ആയിരിക്കും. ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും പോവുകയും ചെയ്യും, നല്ല ഫോട്ടോ എടുക്കും. എനിക്കറിയത്തില്ല ഞാൻ എന്തോ ചെയ്യണമെന്ന്. ഞാനിപ്പോൾ കരയും. എനിക്ക് കിടില ഉടുപ്പിട്ടിട്ട് ഞാൻ വന്നാൽ മതിയായിരുന്നു ഫോട്ടോ എടുക്കാൻ. ഈ ജാക്കറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ ജാക്കറ്റ് തന്നെ എൻ്റെ എല്ലാ ഫോട്ടോയും ഞാൻ എടുക്കേണ്ടി വരും. ഓ മൈ ഗാഷ്. ഹായ്.
ഭയങ്കരമായിട്ട് അണ്ടർ ഡ്രസ്ഡ് ആയിപ്പോയി എന്ന് തോന്നിയ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ എനിക്കിത്. ഞാൻ യൂഷ്വലി പോകുമ്പോൾ എപ്പോഴും എക്സ്ട്രാ ഒരു നല്ലൊരു പെയർ ഓഫ് ഡ്രസ്സ് എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഉറപ്പിച്ചായിരുന്നു പോയത് ഞാൻ പുറത്ത് പോകത്തില്ല എന്നുള്ളത്. അത് കാരണം ഞാൻ വേറെ ഒരു ഡ്രസ്സും എടുത്ത് വെച്ചില്ല. ആ ഒരു ജാക്കറ്റിൽ തന്നെ ഫുൾ ഫോട്ടോ എനിക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ. അതിലെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഇനി ഇതുപോലെ നല്ലൊരു സെറ്റ് ഓഫ് ക്രൂവും നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടായിരുന്നു. എന്തായാലും സാരമില്ല. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇരുട്ടി. കാരണം വിൻ്ററല്ലേ, പെട്ടെന്ന് സൂര്യൻ പോകും. അവിടെ ഫുള്ള് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം അവിടെ ലോങ് ക്യൂ ആയിരുന്നു അതിൻ്റെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ ആ തിരക്കെന്നൊക്കെ മാറി നടന്ന് ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലൊക്കെ ഫുള്ളും ഫോട്ടോ സെക്ഷൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാണ്ട് കുറച്ചുകൂടെയൊക്കെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഒഴിഞ്ഞ സ്ഥലങ്ങൾ കാണും. കൂടുതലൊരു ഡേ ടൈമൊക്കെ ആണെങ്കിൽ അവിടെ അടുത്ത് പാർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ നിന്ന് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ ഐഫൽ ടവർ ആക്ച്വലി അവിടെ എവിടെ നിന്നാലും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് കാരണം കുറച്ചങ്ങോട്ട് മാറിയൊക്കെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പിക്സ് കിട്ടും. അപ്പോൾ ഈ തിരക്കെന്നൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാണ്ടിരിക്കുക. ആൻഡ് അവിടെ പിക്ക് പോക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആക്ച്വലി ഇതേ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് എത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ബസ് എടുത്തിട്ടാണ് പോയത് കേട്ടോ. ആൻഡ് അതൊരു എനിക്ക് തോന്നുന്നു ഒരു 5-6 സ്റ്റോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മ്യൂസിയത്തിൻ്റെ അടുത്തായിരുന്നു ഈ ക്രിസ്മസ് മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ആക്ച്വലി ഫുള്ളും റൈഡ്സും പിന്നെ ഉള്ളത് ഫുള്ള് ഫുഡ് കോർട്ടായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച് പോയ ക്രിസ്മസ് മാർക്കറ്റ് ആക്ച്വലി ഇതല്ലായിരുന്നു. ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ക്രിസ്മസിനായിട്ടുള്ള ഈ ക്രിസ്മസ് ഡെക്കോറിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് അങ്ങനത്തെ ക്രിസ്മസ് മാർക്കറ്റായിരുന്നാണ്. പക്ഷേ അതല്ലായിരുന്നു. ഇവിടെ ഫുള്ളും ഫുഡ് മാത്രമായിരുന്നു. ആൻഡ് പിന്നെ കുറേ റൈഡ്സും പിന്നെ ഒടുക്കത്തെ തണുപ്പും. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. ആൻഡ് ഇവിടെ വന്നപ്പോഴത്തേനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഇത് ഹോട്ട് വൈനാണ് കേട്ടോ. നല്ല അടിപൊളി ചൂട് റെഡ് വൈൻ, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നല്ല ചൂട് റെഡ് വൈൻ ടേസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിന് ഇത്രയും നല്ല തണുത്ത വെതറായതുകൊണ്ട് നമ്മളതിങ്ങനെ കുടിക്കുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത ഷോപ്പിൽ ഞങ്ങളുടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ആ വൈൻ എടുക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് കഴിച്ചത്. ആൻഡ് സൂപ്പർ ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. അതിൻ്റെ മുകളിലൊരു വിപ്പിംഗ് ക്രീം ഇവർ വെക്കും. അയ്യോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ അത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ഹോട്ട് ചോക്ലേറ്റ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അതും ഈ വിപ്പിംഗ് ക്രീമും ഈ ഹോട്ട് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിങ്ങനെ വരുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹോട്ട് ചോക്ലേറ്റും വൈനും ഒക്കെ കഴിച്ചു. പിന്നെ എന്തൊക്കെയോ കഴിച്ചു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും എല്ലാവർക്കും ഓരോന്നും കാണുമ്പോൾ വേണം. അങ്ങനെ എല്ലാം മേടിച്ച് ഫുള്ള് കഴിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് റൈഡിലേക്കായിരുന്നു കേട്ടോ. എനിക്കിതിലൊന്നും കയറാൻ താല്പര്യമില്ലായിരുന്നു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ സിക്കാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാതിലൊന്നും തണുപ്പടിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു. ഞാനും ക്യാപ്റ്റനും ഒഴിച്ച് ബാക്കി ഇവരെല്ലാവരും റൈഡിന് പോയി കേട്ടോ. തിരിച്ച് ഭയങ്കര കരഞ്ഞിട്ടൊക്കെയാണ് വന്നത്. എന്തായാലും ഞാൻ പോകാത്തത് നന്നായി. അപ്പോൾ എൻ്റെ മൊബൈൽ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആയി പോയി കേട്ടോ. അങ്ങനെ ഈ കൗണ്ടറിൽ കുറച്ച് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു. What you having? I'm having hot apple juice. It's very sweet, very warm. Ladies, you want to eat something? You want to eat? This is they have prices. It's very nice. I'm buying it for the cup. See? I will keep it all. Cup collection from the Christmas market. Come on, girls. അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും എല്ലാവർക്കും വിശന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ആ ക്രിസ്മസ് മാർക്കറ്റിനകത്ത് തന്നെ ആയിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ മ്യൂസിക്കൊക്കെ കേട്ട് ചെറിയൊരു ലൈറ്റ് സ്നാക്കൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരുന്നു. ആക്ച്വലി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുള്ളായി. അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഹോട്ടലിലോട്ട് ഇറങ്ങി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊബർ വന്നു.
ഫ്രീസിങ് ആയിരുന്നു ഗൈസ്, ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. ആക്ച്വലി ഈ ഒരു ട്രിപ്പ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിട്ട് മാറി കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ക്യാപ്റ്റനായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഞങ്ങളെ മക്കളെ കൊണ്ട് നടക്കുന്നത് പോലെയായിരുന്നു ഞങ്ങളെ കൂടെ കൊണ്ട് നടന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴത്തേനും പുള്ളി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ ലോസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. ഇനി എനിക്ക് എന്നാണ് ഇതുപോലൊരു ലേയോവർ കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഇനി വരുന്ന ലേയോവേഴ്സിലും ഇതുപോലെ നല്ല ക്രൂസ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിവേ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഹോട്ടലിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.